നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. SSLCക്ക് തോറ്റതാണെങ്കിലേ വസന്തയ്ക്ക് കാര്യം മനസ്സിലായി. രണ്ടും ഇപ്പോഴും രണ്ട് ദിക്കില. ഒന്നോർത്താൽ ഇവളുമായിട്ട് അങ്ങനെ നിക്കുന്നതാ നിനക്ക് നല്ലത്. ആ മോള് പറഞ്ഞതാ ശരി. എല്ലാരും വരൂ. വാ മോളെ. എവിടെത്തി? നിങ്ങൾ എത്താറായോ? അമ്മേ, അത് എത്താറായെങ്കിലേ നിങ്ങളും കൂടെ വന്നിട്ട് ചോറ് വിളമ്പാലോ എന്ന് വിചാരിച്ചിട്ട്. അത് അമ്മേ, വിരുന്ന് നടക്കട്ടെ അമ്മേ. ഞങ്ങൾ വരുന്ന കാര്യം സംശയം. അയ്യോ, ഏട്ടനെന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് എപ്പോഴും മോളെ? അത് കഴിഞ്ഞിട്ട് വന്നാ മതി. അമ്മേ, അത് പറ്റില്ല. മീറ്റിംഗ് ബാംഗ്ലൂരിലാ അമ്മേ. ബാംഗ്ലൂരോ? അതെ അമ്മേ. എങ്കില് വിക്രം പോട്ടെ, മോളിങ്ങോട്ട് പോലെ. ഞങ്ങൾ ഒരുമിച്ചാ അമ്മേ പോകുന്നത്. എന്നാലും കഷ്ടായി പോയല്ലോ മോളെ. വന്ദനയ്ക്കും ജഗനും വിരുന്നു കൊടുക്കുമ്പോ നിങ്ങളും കൂടി ഇല്ലെങ്കില് ഇനിയിപ്പോ എന്താ ചെയ്യാ? നടക്കട്ടെ. ശരി അമ്മേ. ശരി. നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? എന്താ വർഷയും വിക്രം എത്താറായോ? അവര് വരുന്നില്ലെന്ന് മാധവേട്ട. വരുന്നില്ലെന്നോ? അവർക്ക് അർജന്റായിട്ട് എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടത്രേ ബാംഗ്ലൂര്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഈ നിൽക്കുന്ന ദിയമോളെ ഞാൻ കെട്ടിയ ഭാര്യയുടെ മൂത്താങ്കുടിയിലെ സന്തതി ഒന്നുമല്ല. എന്റെ മോളാ. സദ്യക്ക് മുമ്പേ കുറച്ച് മധുരം കഴിക്കണമെന്നാ ശാസ്ത്രം. നവദമ്പതികളുടെ ആയുസ് കൂടുമത്രേ. എന്റെ വീടിനടുത്തേ ലഡു ഉണ്ടാക്കുന്ന ഒരു വീടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ചേച്ചി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. അനിയനിയ ജഗ, ഇതിൽ നിന്ന് ഒരു ലഡു എടുത്തിട്ട് പകുതി കടിച്ചിട്ട് ബാക്കി പകുതി വന്ദനയ്ക്ക് കൊടുക്കണം. ഈ മധുരം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാകും. എടുക്ക് ജഗ, എടുക്ക്. പറ്റില്ല പറ്റില്ല പറ്റില്ല, അത് കടിച്ചു തന്നെ തിന്നണം. കടിച്ചതിന്റെ പകുതി വന്ദനയ്ക്കും കൊടുക്കണം. കഴിക്ക് ജഗ.
ജഗ നോക്കി നിൽക്കാതെ കൊടുക്കങ്ങോട്ട്. വാങ്ങ വന്ദനെ, വാങ്ങി അങ്ങോട്ട് കഴിക്ക്. അല്ല, കൊള്ളാം, എനിക്കിഷ്ടായി. ഇതുപോലുള്ള ആചാരങ്ങൾ ഇനിയുണ്ടോ വസന്തച്ചി? നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? ഏയ് ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. SSLCക്ക് തോറ്റതാണെങ്കിലേ വസന്തയ്ക്ക് കാര്യം മനസ്സിലായി. രണ്ടും ഇപ്പോഴും രണ്ട് ദിക്കില. ഒന്നോർത്താൽ ഇവളുമായിട്ട് അങ്ങനെ നിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവളുടെ ജാതകദോഷം റീത്തായിട്ട് നിന്റെ നെഞ്ചത്ത് കയറും. അല്ല, ചേച്ചി എന്താ ആലോചിക്കുന്നത്? അല്ല, ഭർത്താവിന്റെ പാതിയാണല്ലോ ഭാര്യ, അക്കാര്യം ഓർത്തതാ. നിന്നെ കെട്ടിയപ്പോ ഉണ്ടായിരുന്ന എന്റെ പകുതിയായി ഇപ്പൊ സതീഷിനളിയൻ. ആ പാതിയാണോ നീ ഉദ്ദേശിച്ചത്? കേട്ടോ ജഗ, ഈ ലഡു ആണെങ്കിലും ശരി, പാൽ പായസം ആണെങ്കിലും ശരി, അതിലൊരല്പം ചെളി വീണാലേ തീർന്നു അതിന്റെ കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.